ഹലോ ഓൾ, അപ്പോൾ ഇതേ വെക്കേഷൻ ആയിട്ടുണ്ട്. സോ നമ്മുടെ ഇപ്രാവശ്യം എങ്ങോട്ടാണ് ട്രിപ്പ് പോകണമെന്ന് അറിയാം. ഇപ്രാവശ്യം നമ്മൾ വയനാട്ടിലോട്ടാണ് കേട്ടോ പോകണേ. ഞങ്ങൾ വയനാട് പോകണമെന്ന് കുറേ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ പറ്റിയിട്ടില്ല. ഈ വെക്കേഷൻ നമ്മൾ വയനാട് പോവുകയാണ്. സോ നമ്മൾ ആദ്യം തന്നെ ട്രെയിനിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് 7-ാം തീയതി, മെയ് 7 അപ്പം ഞങ്ങൾ രാത്രി 8:30 ട്രെയിനിലാണ് കയറി. 8:30 8:45 അത്രേൻ്റെ ട്രെയിൻ. നമ്മൾ ട്രെയിനിൽ കൂടെ നോക്കുമ്പോഴൊന്നും കാണാൻ പറ്റും, പക്ഷേ ഇങ്ങനെ അടുത്തോട്ട് നോക്കുമ്പോഴും അപ്പുറത്തൊരു ട്രെയിൻ കിടപ്പുണ്ട്. അത് ആളൊക്കെ ഒഴിച്ചിട്ടുള്ള ട്രെയിനാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അടുത്ത കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു കേട്ടോ ട്രെയിൻ മൂവ് ചെയ്യാനായിട്ട്. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അച്ഛനാണെങ്കിൽ പല്ലവിക്ക് ഉറക്കം വരുന്നതെന്ന് പറഞ്ഞിട്ട് പല്ലവിക്ക് ഷീറ്റൊക്കെ വിരിച്ചു കൊടുത്തു. ഞാനാണെങ്കിൽ പിന്നെ ഉറങ്ങിക്കോളാം, വർക്കല എത്തിയിട്ട് ഉറങ്ങിക്കോളാം എന്ന് പറഞ്ഞിരിക്കുമായിരുന്നേ. രാത്രി കുറേ നേരമായിട്ടോ. നമുക്ക് കോഴിക്കോടാണ് ഇറങ്ങേണ്ടത്. കോഴിക്കോട് ഇറങ്ങിയിട്ട് ബാക്കി വയനാട് വരെ നമ്മൾ ഒരു റെൻറ്റഡ് കാറിലാണ് പോകുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ വർക്കല എത്തിയിട്ടുണ്ട്. വർക്കല ശിവഗിരി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. വർക്കല എത്തിയിട്ട് കിടക്കാമെന്ന് പറഞ്ഞു. എൻ്റെ വർക്കല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നാടാണ്. അപ്പോൾ അതൊന്ന് കാണാനായിട്ട് ഞാനൊന്ന് എന്താ വർക്കല എത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഉറങ്ങാൻ പോകാമെന്ന് കരുതിയിട്ട് ലേറ്റായി. പിന്നെ ഞാനങ്ങ് ഉറങ്ങാം എന്ന് കരുതിയിട്ട് അതുകൊണ്ടാട്ടോ. പിന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ രാവിലെ 5 മണിക്ക് എണീച്ചു കേട്ടോ. നമുക്ക് 6 മണിക്ക് എത്തും. പല്ലവേണി എണീച്ചിരിക്കുന്നേ ഉള്ളൂ, അവിടെ ലൈറ്റൊന്നും ഇല്ല. പിന്നെ രാവിലെ 5 മണിയത്തെ പുറത്തത്തെ ലുക്കാണ് കേട്ടോ ഇത്. നമുക്ക് കോഴിക്കോട് ഇറങ്ങാമല്ലേ, കോഴിക്കോടിന് വേണ്ടിയിട്ട് ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു. കുറേ നേരം ഇരിപ്പുണ്ട്. എന്തായാലും ഈ വയനാടിൻ്റെ സംഭവം ഉണ്ടല്ലോ, ഞാൻ കുറേ പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. പിന്നെ ഇടയ്ക്ക് 2-3 ഷോർട്ട് വീഡിയോസൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും സ്പെസിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാനായിട്ട് ഒരു ഷോർട്ട് വീഡിയോയും കൂടെ. ഇപ്പോൾ നമ്മൾ വണ്ടി വീണ്ടും മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കോഴിക്കോടാട്ടോ ഇറങ്ങേണ്ടത്. ഞാൻ കോഴിക്കോട് സൺറൈസ് ഹോസ്പിറ്റലിൽ നിന്ന് കുറേ കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് ഒരു കാര്യം നമ്മൾ കാണുന്നത്. എന്താ അറിയോ, നമ്മൾ പോകുന്ന വഴിക്കായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് പോണ വഴിക്കായിരുന്നു ഈ സൺറൈസ് എന്ന് പറയുന്ന ഹോസ്പിറ്റൽ. പിന്നെ അത് ഈ ഒരു പാലം, അതിൻ്റെ ഇടയിൽ കൂടെ വെഹിക്കിളൊക്കെ പോകുന്നുണ്ട്. നല്ല അടിപൊളി ഒരു ആറ്, നല്ല രസമാട്ടോ ഇതൊക്കെ കാണാനായിട്ട്. അതും ആ ട്രെയിനിൽ 5 മണിയിലത്തെ വ്യൂ എടുത്ത് ആ ഒരു ഷെയ്ഡിൽ ആ സ്കൈ ഷെയ്ഡും പിന്നെ റിവറും നല്ല രസമുണ്ട് കാണാനായിട്ട് ഫുള്ളായിട്ട്. പിന്നെ അതെ നമ്മൾ ഇങ്ങനെ പോവുക. ഇതുവരെ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടില്ല കേട്ടോ ഗൈസ്. കുറേ നേരം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കൂടാത്തിട്ടൊരു കുറച്ച് നേരം കൂടെ എടുക്കുന്നുണ്ടാവും എന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞു. നമ്മൾ കോഴിക്കോട് എത്തിയായിരുന്നു. കോഴിക്കോട് എത്തിയിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ പുറത്തിറങ്ങി. ഞങ്ങൾ എന്നിട്ടും ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പിന്നെ ഇറങ്ങി പുറത്തിറങ്ങി. പിന്നെ ഞങ്ങളുടെ റെൻ്റഡ് കാറ് വന്നു. അതിനിടയ്ക്കാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ, ഞങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് എന്തൊക്കെയോ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, യൂണിഫോമിൽ ഫോട്ടോ ഇടണം. അപ്പോൾ യൂണിഫോം ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ ഞങ്ങൾ തന്നെ എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്തിട്ട് ജെമിനിക്ക്, എന്നിട്ട് ഞാൻ അത് യൂണിഫോം ആക്കി തരാൻ പറഞ്ഞു. അങ്ങനെ അത് സെൻഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞിട്ടില്ലേ അനുജയുടെ കാര്യം. അപ്പോൾ അനുജയുടെ പപ്പയുടെ ബ്രദറിൻ്റെ വീടാട്ടോ അത്, കോഴിക്കോടത്തെ വീട്. ഞങ്ങൾ അവിടെ ആയിരുന്നു. അപ്പോൾ അവിടെ അനുജയുടെ കൂടെയൊക്കെ കളിക്കുമായിരുന്നു കുറേ നേരം. അതെ, ആ കിടക്കുന്ന വൈറ്റ് സ്വിഫ്റ്റാണ് ഞങ്ങളുടെ റെൻ്റഡ് കാർ ഗൈസ്. പിന്നെ അതാണ് വർക്കിച്ചങ്കളുടെ അനുജയുടെ പപ്പയുടെ ബ്രദർ. ഞാൻ ആരുടെ കൂടെ ഒന്നും കളിക്കാൻ പോയിട്ടില്ലായിരുന്നു. ഞാനിവിടെ വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് തിരക്കലായിരുന്നു. പിന്നെ അച്ഛനും എല്ലാവരും കൂടെ ഒക്കെ കൂടി കളിക്കുമായിരുന്നു. നല്ല രസമാട്ടോ ഇങ്ങനെ എല്ലാവരും കൂടെ കളിക്കുന്നതൊക്കെ കാണാൻ. പല്ലവി ആ ബാറ്റ് അടിക്കുന്നത്. അതിൽ മെയിൻ ഹൈലൈറ്റ് എന്തായാലും ഈ ഒരു പ്ലേ ഗ്രൗണ്ടിലത്തെ ഞാൻ അനുജയൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അനുജയാണെങ്കിൽ അനുജയുടെ ഇയർ മഫ്സ് കൊണ്ടുവന്നില്ല, അതുകൊണ്ട് പല്ലവിയുടെ വെച്ച് കൊടുത്ത്. അപ്പം പിന്നെ ഇവിടെ ഞാനവിടെ ഫ്ലവേഴ്സൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. നല്ല രസമുണ്ട് ഫ്ലവേഴ്സ് കാണാനായിട്ട്. അമ്മയാണെങ്കിൽ അമ്മ അവിടെ ചെടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ കളിയിലോട്ട് തന്നെ പോയിട്ടോ. ഇതെന്തായാലും നിങ്ങൾ തന്നെ ഇരുന്ന് കണ്ടോളൂ.
ആ നേരത്താണെങ്കിൽ അമ്മയാണെങ്കിൽ ചിന്നു ആൻറ്റിയുടെ കൂടെ, ചിന്നു ആൻറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ വർക്കിച്ച് അങ്കിളിൻ്റെ ബ്രദറിൻ്റെ വൈഫാട്ടോ. അപ്പോൾ അവരുടെ കൂടെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, ചെടീനെ പറ്റിയൊക്കെ സംസാരിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സംസാരിച്ചൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ അനുജ വീണ്ടും കളിക്കാനായിട്ട് തുടങ്ങി. എല്ലാവരും കൂടെ കളിച്ച് കുറേ നേരമായിട്ടോ. പിന്നെ ഞങ്ങൾ അകത്ത് പോയിട്ട് ഫ്രഷൊക്കെ, ഞങ്ങൾ ബ്രഷ് ചെയ്തിട്ടില്ലായിരുന്നു, അപ്പോൾ ബ്രഷൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങാറായിട്ടോ. പിന്നെ കളി കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചങ്ങും അകത്ത് കയറിപ്പോയിട്ടോ. കയറിപ്പോയി. പിന്നെ ഞങ്ങൾ ഫ്രഷൊക്കെ ആയി. പിന്നെ തിരിച്ച് കാറിലോട്ട് ഇറങ്ങി, അവരുടെ വീടിൻ്റെ പുറത്താട്ടോ. അപ്പോഴാണ് ഞങ്ങളുടെ കാറിൻ്റെ അടിയിൽ എൻജിൻ്റെ അടുത്തായിട്ട് എന്തോ ഒരു സാധനം തൂങ്ങിക്കിടക്കുന്ന പോലെ കണ്ടു. അവസാനം ഞങ്ങൾ ഈ റെൻ്റഡ് എടുത്ത ആളുടെ അടുത്ത് ചോദിച്ചു ഇതെന്താ സംഭവം എന്ന്. അപ്പോഴവർ പറഞ്ഞേ എൻജിൻ്റെ ഒരു കവറാണ്, അതൊരു പ്ലാസ്റ്റിക് മെറ്റൽ രീതിയിലായിരിക്കുന്നത്, അതൊന്ന് താഴ്ന്നു പോയത്. അത് മാരുതി സുസുക്കിയുടെ ഏതെങ്കിലും ഒരു അടുത്ത സ്ഥലത്ത് പോയാൽ അവരത് ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് ടാഗിട്ട് കെട്ടിത്തരുമെന്ന് പറഞ്ഞു. അവസാനം ഞങ്ങൾ അവിടെ വെയിറ്റിംഗ് ആയിരുന്നു, അവിടെ മാരുതി സുസുക്കിയുടെ ഒരു ഷോറൂമിൽ. ഞങ്ങളുടെ തൊട്ടടുത്തായിട്ട് അങ്ങോട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അത് കഴിഞ്ഞു ആ സൗണ്ടൊക്കെ നിന്നു, കാരണം ഞങ്ങൾ അല്ലാണ്ട് കയറി പോകുമ്പോഴാണെങ്കിൽ ഇങ്ങനെ ഒരു എന്തോ സ്ക്രാച്ച് ആവുന്ന പോലത്തെ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞു ഞങ്ങൾ നേരെ വയനാട് വിടുകയാണ് കേട്ടോ. ഞങ്ങൾ ഉച്ചയായി വയനാട് എത്തിയപ്പോൾ, ഉച്ചയ്ക്കൊരു 1:30 ഒക്കെ ആയിട്ടുണ്ടാവും. പിന്നെ അത് നമ്മൾ ഏകദേശം മലപ്രദേശങ്ങളിലോട്ട് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശം വയനാടായിട്ടുണ്ട് എന്ന. കുറേ ദൂരം നമ്മൾ കാറിൽ ട്രാവൽ ചെയ്തു. സാധാരണ ഞങ്ങൾ ഈ മൂന്നാറും വാഗമണൊക്കെ പോയ സമയത്തുണ്ടല്ലോ ഇങ്ങനെ കാറിലായിരുന്നു ഫുള്ള്. നമ്മൾ ട്രിവാൻഡ്രം തൊട്ട് ഇടുക്കി വരെ അവിടെ കാറിലായിരുന്നു. അപ്പം വയനാട് വരെ ഒന്നും ഓടിക്കാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി അച്ഛനില്ല. അതുകൊണ്ടാണ് അച്ഛൻ കോഴിക്കോട് വരെ നമുക്ക് ട്രെയിനിലും പോയിട്ട് അവിടെ നിന്നിട്ട് കോഴിക്കോട് നിന്ന് റെൻ്റഡ് കാർ എടുത്ത് വയനാട് പോകാൻ നേരത്തെ. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ ഈ ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ മലയായിട്ട് വന്നു കേട്ടോ. സൈഡിൽ നിന്ന് ഇങ്ങനെ ഞങ്ങൾ മറ്റേ താമരശ്ശേരി ചുരം ഉണ്ടല്ലോ, എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു സ്ഥലമാണ് ഈ താമരശ്ശേരി ചുരം എന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാൻ പറ്റി. വി ആർ സോ ലക്കി. സോ ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് ഏതോ ഒരു പാലമാട്ടോ, ഇതിൻ്റെ പേര് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ അത് ഞാൻ കഴിയും. അവിടെ എന്തോ ഒരു ലേക്ക് ഉണ്ട് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് വോയിസിൽ പല്ലവി എന്തൊക്കെയോ സംസാരിക്കുന്ന കേൾക്കാം കേട്ടോ. അമ്മ അവിടെ നിന്ന് എന്തൊക്കെയോ കോമഡി അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ വെറുതെ. അങ്ങനെ അത് കഴിഞ്ഞു. നമ്മൾ വീണ്ടും നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ അവിടെ നിന്ന് നിർത്തി കേട്ടോ, വഴിയുടെ ഡൗട്ടോ അങ്ങനെ കണ്ടോ വന്നിട്ട് അവിടെ നിർത്തി. പിന്നെ വീണ്ടും പോവാറായി. അപ്പോൾ നമ്മൾ നമ്മുടെ റെസ്റ്റ് ഹൗസിലെത്തി. ഞാൻ റെസ്റ്റ് ഹൗസിൻ്റെ എൻട്രി ഒന്നും കാണിച്ചിട്ടില്ല. സോ പല്ലവിയാണ് ഞാൻ ജനലിൽ തൂങ്ങുക, അതാണ് അവളുടെ മെയിൻ പരിപാടി. ഞങ്ങളുടെ റൂമിൽ 3 വിൻഡോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പിന്നെ അങ്ങനെ അറ്റത്തെ വിൻഡോയിൽ എല്ലാം തുറന്നിടാൻ പല്ലവി പണിയായിരുന്നു. പിന്നെ അച്ഛനാണെങ്കിൽ ക്ഷീണിച്ച് അവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ഇവിടെ വയനാട്ടിൽ പിന്നെ വൈകിട്ടായിട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം വയനാട്ടിലെ എന്നൂർ ട്രൈബൽ വില്ലേജിലെ പോയിട്ടോ. അവിടെ ചെറിയ പാർക്ക് പോലത്തെ സംഭവമുണ്ട്. അപ്പോൾ അവിടെ പല്ലവി കളിക്കാനായിട്ട് ചാടി പറഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. ഞാൻ വേറൊരു പസിൽ കൊണ്ട് സംഭവം ഉണ്ടായിരുന്നു. പിന്നെ സ്വിങ് ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു, അതിലൊക്കെ കളിക്കുമായിരുന്നു ഞാൻ. പിന്നെ ഈ പല്ലവി ഈ റോപ്പിൻ്റെ സംഭവം, ഈ സ്ക്വയർ അതിലാണെങ്കിൽ കയറി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു പേടി ഇങ്ങോട്ട് ഇറങ്ങി വന്നു, കാരണം മറ്റുള്ള കുട്ടികളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പിടിക്കുന്നുണ്ടപ്പോൾ ഒരു ഷേക്കിംഗ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ പേടിച്ചിട്ട് നിർത്തി അവൾ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് പോകുന്നത് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ ഇത് അങ്ങോട്ട് കുറേ കുടിലുകളുണ്ട്, അപ്പോൾ അങ്ങോട്ടാണ് പോണേ. ആ കുടിലുകളുടെ ഒന്നും വീഡിയോ ഞാൻ ഇപ്പോൾ ഇതിലെടുത്തിട്ടില്ല കേട്ടോ, അത് ഞാൻ അച്ഛൻ്റെ ഫോണിലാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ആ കുടിലുകളുടെ ഒന്നും എടുക്കാൻ പറ്റിയില്ല എനിക്ക്. സോ കുടിലിനകത്ത് എന്തൊക്കെയോ സംഭവം പ്രത്യേകതകളൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് ഇവിടെ സെൽഫി എടുക്കാനായിട്ടേ, ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി.
പിന്നെ നമ്മൾ അവിടുത്തെ സെൽഫിയൊക്കെ കഴിഞ്ഞു.